വാർത്തയിലേക്ക് CK ജാനു സുൽത്താൻ ബത്തേരിയിൽ BDJ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ജാനു കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഷൈജു ഉണ്ട് വിവരങ്ങളുമായി. ഷൈജു, BDJ സ്ഥാനാർത്ഥിയാകും ജാനു എന്ന് ഉറപ്പായി കഴിഞ്ഞു. കൂടിക്കാഴ്ച എപ്പോഴാണ് ആരംഭിച്ചത്? സായികുമാർ, CK ജാനു NDAയുടെ സ്ഥാനാർത്ഥിയാകും എന്ന അഭ്യൂഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ BJPയുമായി ആദ്യം ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ആ ചർച്ചയുടെ ഇടനില നിർവഹിച്ചിരുന്നത് SNDPയുടെ നേതൃത്വത്തിലായിരുന്നു. SNDP രൂപീകരിച്ച BDJSന്റെ അംഗത്വം എടുത്തുകൊണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവണം എന്നതാണ് BDJS ആഗ്രഹിച്ചതും. അതനുസരിച്ച് നടന്ന രഹസ്യ ചർച്ചകൾക്ക് ഒടുവിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായി സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നിന്നും പറയാൻ കഴിയുന്നത്. രാവിലെ 10:30 തന്നെ CK ജാനു കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം 11 മണിയോടുകൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തി സുൽത്താൻ ബത്തേരിയിലെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി CK ജാനുവിനെ പ്രഖ്യാപിക്കും എന്നാണ് BDJS വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ കണിച്ചുകുളങ്ങരയിലുണ്ട്. 11 മണിയോടുകൂടി CK ജാനു വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ BDJSന്റെ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി. ഷൈജു, കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ജാനു അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നു? ഇത് സംബന്ധിച്ച കാര്യമായ ഒരു സൂചനയും ആർക്കും ലഭിച്ചിരുന്നില്ല. BJPക്ക് താല്പര്യമുണ്ടായിരുന്നു CK ജാനുവിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും NDAയുടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുകയും ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിനിടയിൽ CK ജാനുവിനെ പാർട്ടിയിലേക്ക് BDJSലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇതിനിടയിൽ നടന്നത്. വളരെ രഹസ്യമായി നടന്ന ചർച്ചകളാണ് ഒടുവിൽ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സന്ദർഭങ്ങളിലും ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണത്തിനോ വെളിവാക്കലിനോ CK ജാനു തയ്യാറാവാഞ്ഞതും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും BDJSൽ അംഗത്വം എടുത്തുകൊണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കാനാണ് അവരുടെ തീരുമാനമെന്നാണ് നമുക്ക് ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും 11 മണിയോടുകൂടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ്. CK ജാനു സുൽത്താൻ ബത്തേരിയിൽ BDJ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജാനു കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം സംയുക്ത വാർത്താ സമ്മേളനം ഇരുവരും ചേർന്ന് നടക്കും. അതിലാകും പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള വിവരവും ലഭ്യമാകുന്നു. ആലപ്പുഴയിൽ നിന്ന് ഷൈജു ആണ്.